ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് നാലമ്പലത്തിലേക്കാണ്. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന രാമപുരത്തെ നാലമ്പലത്തിലേക്കാണ് പോകുന്നത്. ആദ്യം ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. തുടർന്ന് കൂടബലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും തുടർന്ന് മേതൃശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്കുമാണ്. അവിടുന്ന് തിരികെ ശ്രീരാമക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുമ്പോഴാണ് നമ്മുടെ നാലമ്പല ദർശനം പൂർണ്ണമാവുക. അപ്പൊ ശ്രീരാമക്ഷേത്രത്തിൽ എത്തി നമ്മൾ തൊഴുതു, ഗണപതിയെയും ഭഗവതിയെയും വന്ദിച്ച് അവിടുത്തെ ഹനുമാൻ സ്വാമിയെയും തൊഴുത്. ഈ കാണുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് രാമപുരം ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയുണ്ട്. അപ്പം ശ്രീരാമസ്വാമിയെയും തൊഴുത് ഹനുമാൻ സ്വാമിയെയും തൊഴുത് ഇനി നമ്മൾ കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പൊ കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന പാടമാണ്, പച്ചപ്പ് നിറഞ്ഞ പാടം, വളരെ മനോഹരമായ പാടം. അപ്പൊ ഈ കർക്കിടക മാസത്തിൽ ദർശനത്തിനുള്ള ക്യൂ ഈ വഴി വരെ നീളാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രീ കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്തി. അത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞ് നടന്നു കയറാൻ കുറെ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത്. കുത്തനെ കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്തി നമ്മൾ അകത്ത് കയറി ഭഗവാനെ തൊഴുതു, ലക്ഷ്മണസ്വാമി ഭഗവാനെ തൊഴുതു, ഉപദേവതകളെയും തൊഴുതു. ഇത് ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് ഈ നമ്മൾ കാണുന്നത്. അപ്പൊ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് താഴെ ശാസ്താവിന്റെ അമ്പലമുണ്ട്, അതുപോലെ ഭദ്രകാളിയുടെ അമ്പലമുണ്ട്. അപ്പൊ കർക്കിടക മാസത്തിന്റെ മുന്നോടിയായിട്ട് അമ്പലത്തിലെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെല്ലുമ്പോൾ. അപ്പം കർക്കിടക മാസമായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, നിൽക്കാൻ പോലും ഇട കാണില്ല. അതുപോലെ ആളാണ്. ഞായറാഴ്ചകളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെ തൊഴുതു, ഭഗവതി ക്ഷേത്രത്തിലും തൊഴുതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അപ്പൊ അതിനടുത്തുകൂടി ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. മഴക്കാലം ആയതിനാൽ നല്ല ജലം ഒഴുകുന്നുണ്ട് അരുവി കൂടി. അപ്പം അവിടെ നമ്മൾ ഇനി ഈ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക്. അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 5.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പം ഞാൻ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെത്തി, അവിടെ നടക്കുകയാണ്. അപ്പം ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ അമ്പലക്കുളമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇവിടുത്തെ മെയിൻ പ്രധാന വഴിപാട് മീനൂട്ട് വഴിപാടുണ്ട്. നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊക്കെ ഉള്ള പോലെ മീനൂട്ട് വഴിപാട് ഇവിടെ വളരെ പ്രശസ്തമാണ്. അപ്പം അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതു. അമനകരയിൽ നിന്നും ഭക്തരെ കാത്തു വരുന്നു. അതുകൂടാതെ പിന്നെ മീനൂട്ട് വഴിപാടിന് വേണ്ടിയിട്ട് ഞാൻ മലർനിവേദ്യം മേടിച്ചിട്ട് കുളത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പം അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലെ വലിയൊരു വഴിപാടാണ് മീനൂട്ട് വഴിപാട്. അപ്പം ഈ രാമായണ മാസത്തില് ഇനി അമനകര ഭരതസ്വാമി ക്ഷേത്രത്തില് നമ്മുടെ നാലമ്പല ദർശനത്തിനായിട്ട് വരുമ്പോൾ മീനൂട്ട് വഴിപാട് നടത്താവുന്നതാണ്. അപ്പൊ നമ്മുടെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ മീനുകളെല്ലാം തീരത്തേക്ക് എത്തും. അപ്പം മീനൂട്ട് വഴിപാട് നടത്തുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിനകത്ത് ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ടത്. നമ്മുടെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ മീനുകൾ തീരത്തേക്ക് എത്തുന്നു. ഭരതസ്വാമി ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട്. അവിടെ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ വിശാലമായ പാടവും അതിനരികിലൂടെ ഒഴുകുന്ന ഒരു തോടും കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. ശിവക്ഷേത്രത്തിന് തൊട്ടു പുറകിലാണ് ഈ തോടും പാടമൊക്കെ. പാടം നിറയെ കപ്പ കൃഷി ചെയ്തേക്കുമാണ്. അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ ഇനി നമ്മൾ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പം അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ കവാടമാണ്. അവിടുന്ന് മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബോർഡൊക്കെ കാണാം നമുക്ക് വഴിയിൽ. അപ്പൊ നമ്മൾ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു പോർക്കലി ഭഗവതി ക്ഷേത്രം കൂടിയുണ്ട്. നമ്മൾ അമനകര തൊഴുതിന് ശേഷം മേതിരിയിലെത്തി. മേതിരി അമ്പലത്തില് ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നാലമ്പലത്തിന്റെ ചുറ്റുമതിൽ മൊത്തം ഇങ്ങനെ ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ കൊത്തിവെച്ച പോലെ കാണാം. അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ശില്പങ്ങളും ബാലഗോപാലനായിട്ടുള്ള കൃഷ്ണന്റെ രൂപങ്ങളും പിന്നെ ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രമൊക്കെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ശ്രീ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് മേതിരി ചെല്ലുമ്പോൾ. ദൂരത്തേക്ക് നോക്കുമ്പോൾ മലകളും, അതുപോലെ തന്നെ മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ കാണുന്ന അമ്പലക്കുളമാണിത്. വളരെ മനോഹരമാണ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച. അമ്പലക്കുളവും മലകളും
അതുപോലെ തന്നെ വളരെ ഗ്രാമീണം എന്ന് പറഞ്ഞ അപ്പൊ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പം ഒരു ഇതുകൂടിയാണ് ഈ നാലമ്പല ദർശനം. കോട്ടയം ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് രാമപുരം. അവിടെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് കുടപ്പുലം പോകുന്ന വഴിയാണെങ്കിലും അതുപോലെ അവിടെ നിന്ന് അമനകരയ്ക്ക് പോകുന്ന വഴിയാണെങ്കിലും വളരെ മനോഹരമാണ്. അപ്പൊ ഇത്ര പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു യാത്ര കൂടിയാണ് ഈ നാലമ്പല യാത്ര. ഞാൻ പിന്നെ മേഖലയിൽ നിന്ന് തിരികെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എത്തി. നമ്മുടെ നാലമ്പല ദർശനം പൂർണ്ണമാകണമെങ്കിൽ ശ്രീരാമസ്വാമിയെ ഒന്നും കൂടി വന്ന് തൊഴുമ്പോഴാണ് നമ്മുടെ ദർശനം പൂർണ്ണമാവുന്നത്. അപ്പൊ നല്ലൊരു നാലമ്പല ദർശനം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ കർക്കിടക മാസത്തിൽ, ഈ രാമായണ മാസത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ കോട്ടയം ജില്ലയിലെ ഈ രാമപുരത്തേക്ക് വരിക. നന്ദി, നമസ്കാരം.